റൈറ്റ്. ഇപ്പോൾ പ്രസാദ് ഉടുമ്പിശ്ശേരി കൂടി ചേരുന്നുണ്ട് അവിടെ നിന്ന്. പ്രസാദ്, എന്തായാലും ഭരണവിരുദ്ധ വികാരം എന്നത് പ്രകടമായി നമ്മൾ അവിടെ പ്രചാരണ വേദിയിലൊക്കെ പോയപ്പോൾ മാധ്യമങ്ങൾ പോലും ആ നിലയ്ക്ക് ഒറ്റയടിക്ക് വിലയിരുത്തിയിരുന്നില്ല. അങ്ങനെയൊന്നുണ്ടോ എന്ന് സംശയമൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ എങ്ങനെയൊക്കെ പരിശോധിച്ചാലും ഒരു ഭരണവിരുദ്ധ വികാരം കൂടി ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണ്ട വിലയിരുത്താൻ. ഉറപ്പായും ഹർഷൻ, കാരണം സാധാരണഗതിയിൽ ആ രീതിയിൽ നമ്മളൊക്കെ അവിടെ പോയ സമയത്ത് അത്തരത്തിൽ പ്രകടമായി ഒന്നും തന്നെ വ്യക്തമായിരുന്നില്ല. അതിൻ്റെ ഒരു കാരണമായി പറഞ്ഞിരുന്നത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ PV അൻവർ മാത്രമാണ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഈ പിണറായി സത്തിനെതിരെ വോട്ട് എന്നെല്ലാം പറഞ്ഞു വന്നിരുന്നത്. UDFന്റെ പ്രചരണ രീതി വേറെ രീതിയിലായിരുന്നു. എന്തായാലും ഭരണവിരുദ്ധ വികാരം കൂടി ഉണ്ട് എന്നതും അതോടൊപ്പം എടുത്തു പറയേണ്ടത് LDFിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ ചോർത്താൻ അൻവറിന് കഴിഞ്ഞു എന്നതാണ്. നേരത്തെ LDF പറഞ്ഞിരുന്നത് കൂടുതൽ വോട്ടും UDFന്റെ ഭാഗമായി പോകും എന്നതായിരുന്നു LDFന്റെ ഒരു വിലയിരുത്തൽ. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. അത് LDFിൽ നിന്ന് തന്നെയാണ് വോട്ട് ചോർന്നിട്ടുള്ളത്. ഇപ്പോൾ വഴിക്കടവ് തൊട്ട് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കരുളായി പഞ്ചായത്തിലേക്ക് വോട്ടെണ്ണൽ കടന്നിട്ടുണ്ട്. കരുളായി പഞ്ചായത്തിലും വളരെ കുറഞ്ഞ വോട്ടിന്റെ ലീഡ് മാത്രമാണ് എൻ സ്വരാജിന് ലഭിച്ചിട്ടുള്ളത്. കാരണം അവിടെ LDF പ്രതീക്ഷിച്ചതാണ്, പക്ഷേ വലിയ ലീഡിലേക്കൊന്നും വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ വഴിക്കടവ് മുതൽ കരുളായി വരെ ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എം സ്വരാജ് ഒരു റൗണ്ടിൽ ലീഡ് ചെയ്തു എന്ന് പറയുന്നത് വളരെ ഒരു 3-4 റൗണ്ടുകളിൽ മാത്രമാണ് ലീഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് എല്ലാം തന്നെ ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് ലീഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കാരണം ഈ പറയുന്നത് പോലെ ഒന്ന് ഭരണവിരുദ്ധ വികാരവും മറ്റൊന്ന് PV അൻവർ LDFിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ നേടുകയും ചെയ്തതാണ്. ഇപ്പോൾ 13,000-ന് മുകളിലേക്ക് അൻവർ വോട്ട് പിടിച്ചു കഴിഞ്ഞു. ആ 13,000 വോട്ടുകളിൽ ഭൂരിഭാഗം വോട്ടുകളും ഏറെക്കുറെ ഒരു 80% വോട്ടുകളും അത് LDFിന്റെ വോട്ടുകളാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. അതുകൊണ്ടുകൂടിയാണ് എം സ്വരാജിന് അത്രയും പുറകോട്ട് പോകേണ്ടി വന്നത്. എന്തായാലും ഇത് LDFിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു തിരിച്ചടിയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു ഘട്ടത്തിൽ പോലും പോത്തുകല്ലിൽ പോലും പുറകോട്ട് പോകേണ്ടി വന്നു. എം സ്വരാജിന്റെ നാടാണ്. അവിടെ പോലും LDFിന് മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ല. വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണെങ്കിൽ പോലും അവിടെ UDF ലീഡ് ചെയ്തു. ഇനിയുള്ളത് അമരമ്പലത്താണ്. അമരമ്പലം LDFിന് സ്വാധീനമുള്ള ഒരു മേഖലയാണ്. അവിടെ എങ്ങനെയാണ് വരുന്നത് എന്നതുകൂടി കാത്തിരുന്ന് കാരണം പോത്തുകല്ലിന്റെ അതേ രാഷ്ട്രീയ സ്ഥിതിയാണ് അവിടെയും തുടരുന്നതെങ്കിൽ സ്വാഭാവികമായും അമരമ്പലത്ത് UDF തന്നെയായിരിക്കും ലീഡ് ചെയ്യുക. അതല്ല എങ്കിൽ അവിടെ CPMന്റെ ഒരു ശക്തി കേന്ദ്രം എന്ന നിലയ്ക്ക് സ്വരാജിനെ ലീഡ് ചെയ്യുക. പക്ഷേ എങ്കിൽ പോലും ഒരു 10,000-ന് മുകളിലേക്ക് ഇപ്പോൾ 12,000-ഓളത്തേക്ക് ലീഡ് ആര്യാടൻ ഷൗക്കത്തിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞതുപോലെ UDFന്റെ കണക്കുകൂട്ടൽ പോലെ 10,000-നും 15,000-നും ഇടയിൽ ഒരു ലീഡിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്ന് തന്നെയാണ്. റൈറ്റ്. എന്തായാലും വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ, ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രകടനങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ PV അൻവർ പരാജയപ്പെട്ടിരിക്കുന്നു, 3-ാം സ്ഥാനത്താണ്. പക്ഷേ അവിടെ വലിയ ആഹ്ലാദ പ്രകടനം നടക്കുന്നു. PV അൻവറിൻ്റെ പ്രവർത്തകർ അവരെല്ലാവരും അവിടെ മിഠായി വിതരണമൊക്കെയായി ആവേശം പങ്കുവയ്ക്കുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. അതായത് LDFിൽ നിന്ന് കൃത്യമായി അവർക്ക് വോട്ട് പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. 16,000-ന് മുകളിലേക്ക് PV അൻവറിന് വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട്